ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ഇത് നമ്മളെ വാട്ടറിങ് ജൂ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് പണ്ടത്തെ നമ്മൾ ചെറിയ ലീഫൊക്കെ ഉള്ളത്, നാട്ടിൻപുറത്തൊക്കെ ഒരുപാടുള്ളത്, പെട്ടെന്ന് പിടിച്ച് കാട് പോലെ ആവുന്ന ആ പ്ലാന്റ് അല്ല. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് നല്ല ഭംഗിയായിട്ട് നല്ല വലിയ ലീഫും അതിൻ്റെ തണ്ടുമൊക്കെ ശ്രദ്ധിച്ചേണ്ട, നല്ല വലുതായിട്ടാണ്. പടർന്ന് പിടിക്കുന്ന ടൈപ്പല്ല, പെട്ടെന്ന് അങ്ങ് പിടിക്കുകയില്ല, പെട്ടെന്ന് അങ്ങ് ചീഞ്ഞും പോകുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചും പോകും. പക്ഷേ നല്ല അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ കെയറിങ്, ഇത് നടുന്ന രീതിയും ഇതിൻ്റെ വളപ്രയോഗമൊക്കെയാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ കാണണം. ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ നമ്മളെ സാദാ ഇതാണ് സാദാ. ഇത് വേറെ വൈറ്റ് ഗ്രീനിൽ വൈറ്റ് പറഞ്ഞത്. ഇതിൻ്റെ സാദാ കളറിൻ്റെ എനിക്ക് കാണിച്ചു തരാം, ഇപ്പം എൻ്റെ അടുത്തില്ല. എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പടർന്ന് നമ്മളിവിടെ കൊണ്ടിട്ടാലും പിടിക്കുന്ന ഒരു ടൈപ്പ്. ഇതുപോലത്തെ ചെറിയ ലീഫ് വന്നിട്ട് ഇതേ വയലറ്റ് ഉള്ള ഇല. ഇതിനേക്കാളും 2 ഇരട്ടിയേക്കാളും വലിയ ലീഫാണ് ഇതിൻ്റെത്. എന്താ അടിഭാഗം നല്ല ഇങ്ങനത്തെ ഷെയ്ഡ്. ഇത് വെയിൽ കിട്ടണ അനുസരിച്ചായിട്ടാണ് ഇതിൻ്റെ കളർ കയറി വരണത്. ഈ പ്ലാന്റ് കണ്ട, ഇത് നല്ല അടിഭാഗം നല്ല വയലറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന് വയലറ്റ് കുറവ്. ഇത് ഇത്തി ഷെയ്ഡിലിരുന്ന ചെടിയാണ് ഇത് നമ്മൾ ഹാങ് ചെയ്തിട്ടെടുത്ത് വെയിലുള്ള ഭാഗത്താണ് ഇത് കിടന്നത്, ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗി, നല്ല ഇതാണ്. ഇതും ഷെയ്ഡിൽ കിടന്നതാണ്, അത്ര കളറങ്ങ് കയറി വന്നിട്ടില്ല. നമ്മൾ വെയിലുള്ള ഭാഗത്തോട്ടെത്തി ഓവർ വെയിൽ കിട്ടുമ്പം ഇതിൻ്റെ സൈഡൊക്കെ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇതിന് ഓവറായിട്ടുള്ള വെയിലും പാടില്ല, എന്നാൽ വെളിച്ചം കിട്ടുകയും വേണം. ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്ത് ഇത് ഹാങ് ചെയ്തിടാനാണ് സൂപ്പർ. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. കുറച്ച് ദിവസം ചില സമയത്ത് ഇതങ്ങ് ഈ തണ്ടിൻ്റെ ഭാഗം വെച്ചങ്ങ് ചീഞ്ഞ് പോവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിനെ അഴുകി വീഴുന്നതിന് മുമ്പ് അഴുകി വീണാലും അതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് മാറ്റി പിടിപ്പിക്കാൻ പറ്റുമേ. ഇത് വെറും മണ്ണിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് അങ്ങ് അഴുകി പോവുകയാണ് ചെയ്യണത്. അപ്പോൾ പിടിച്ച് കിട്ടാനും ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ചകിരിച്ചോറിൽ നമുക്ക് കുത്തിവെച്ചാൽ ചില സമയത്ത് റൂട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ചിലവർ 2 എണ്ണമൊക്കെ റൂട്ട് വരും, 1-2 എണ്ണമൊക്കെ അഴുകി പോകും, 3-4 എണ്ണമൊക്കെ വെച്ചാൽ അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ മണലിൽ ഇത് കുത്തി വയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരെണ്ണം പോലും നശിച്ചു പോകാതെ നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഇതെല്ലാം ഞാൻ അങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പം വേനലായപ്പോൾ ഞാൻ അങ്ങനെ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി എങ്ങനെ പിടിപ്പിച്ചെടുക്കാമെന്നുള്ള ഇതായിരുന്നു. വയ്ക്കണ അത്രയും അഴുകി പോകുന്നു വെറും മണ്ണിൽ വയ്ക്കുമ്പോൾ. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ചകിരി മണലിലോട്ട് വെച്ചത്. അപ്പം നന്നായിട്ട് റൂട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അത് പോയിട്ട് ഇപ്പോൾ മഴ സമയമായപ്പോൾ ഹാങ് ചെയ്തിട്ടുള്ള ഇതിലെല്ലാം റൂട്ട് നല്ലതായിട്ട് വേര് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇനി നമ്മൾ ഏത് മണ്ണിൽ വെച്ചാലും പെട്ടെന്ന് പിടിച്ച് കിട്ടും. പെട്ടെന്ന് റൂട്ട് നന്നായിട്ട് വന്ന് കിട്ടും. അപ്പോൾ ഇത് ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ഇത് വെള്ളത്തിൽ വെച്ചിട്ടും റൂട്ടായി കിട്ടും എന്നൊക്കെ പറയണ്ട. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല, വെള്ളത്തിൽ ഇട്ടിട്ടില്ല. വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഇൻഡോറായിട്ട് വീട്ടിനകത്തൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. ഇത് നമുക്ക് ക്യാമറയ്ക്ക് അത്ര ഒരിതായിട്ട് തോന്നണില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ പ്ലാന്റ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒരു തണ്ടെങ്കിലും എവിടെന്നെങ്കിലും വാങ്ങിച്ച് ഇതെല്ലാം കൂട്ടുകാരും വെച്ച് വളർത്താൻ നോക്കണേ. ഇതും നല്ല ഭംഗിയാണ്. ഇത് നല്ല വിഷയമായിട്ട് വന്നാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഞാൻ പോട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ള നമുക്ക് ഇതാണ് ചകിരിച്ചോറ്, അല്പം ചാണകപ്പൊടി, മണലും കൂടെ ചേർത്തിട്ടാണ്. സാധാ മണ്ണ് ചേർത്തിട്ടില്ല, മണൽ ഇത്രയും കൂടെ എടുത്തിട്ടാണ് പോട്ട് മിക്സ്. വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ചകിരിച്ചോറും കൂടെ ഇട്ടിട്ട് നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പ്ലാന്റ് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിന് വളമായിട്ട് നമുക്ക് NPK തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ലീഫിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും 10 ദിവസം കൂടപ്പം. എന്നിട്ട് അതിൻ്റെ ചുവട്ടിലും അല്പം ഒഴിച്ചു കൊടുക്കും. സാബ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ ഇത് നന്നായിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് തണ്ടങ്ങ് ചീഞ്ഞ് പോണതാണ്. ഇത് നമ്മൾ ഷെയ്ഡിലോട്ട് വെച്ചിട്ടാണ്, ഹാങ്ങിങ് അല്ലാത്തൊരു ചട്ടി. പക്ഷേ ഹാങ് ചെയ്തിട്ടാലേ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വെയിൽ കുറഞ്ഞിട്ടാണ് ഈ പ്ലാന്റ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരി ചെറിയ വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് ഈ പ്ലാന്റ് ഹാങ് ചെയ്തിടാം, അതാണ് നല്ലത്. പിന്നെ ഓവറായിട്ടുള്ള മഴയത്ത് വെച്ച് കൊടുക്കരുത്. മഴവെള്ളം ഒരുപാടായിട്ട് വീണ് പോയാലും ഇത് പെട്ടെന്നങ്ങ് ചീഞ്ഞ് പോവുക ഈ പ്ലാന്റ്.
നമ്മളെ സാധയാണെങ്കിൽ നമുക്ക് എവിടെ ഇട്ടാലും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പിടിച്ചിട്ട്. പക്ഷേ ഇത് അല്പം ഒന്ന് ശ്രദ്ധിക്കണം ഈ പ്ലാന്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ സുന്ദരി പ്ലാന്റ് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് വാങ്ങിച്ച് സെറ്റ് ചെയ്യണേ.